അതിനിടയിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി തൊടുപുഴയിൽ ഒരു കൊച്ചിനെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയി. എല്ലാം വാക്കും കൊടുത്ത് കല്യാണം കഴിക്കുന്ന ഉറപ്പ് പറഞ്ഞ് തിരിച്ചു വന്നു. പക്ഷേ ചെറിയ സാഹചര്യം കാരണം ആ കല്യാണം മുടങ്ങിപ്പോയി. വീണ്ടും ഞാൻ എൻ്റെ പഴയ ജോലിയും മേഖലയൊക്കെയായിട്ട് മുമ്പോട്ട് പോവുകയാണ്, പ്രവർത്തനമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് IMSൽ തന്നെ അതിലൊച്ച ഞങ്ങളെയും കൊണ്ട് കാശിയിൽ അവരുടെ ആസ്ഥാനമായ കാശി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെയും കൊണ്ട് പോകുന്നത്. അന്ന് അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ അന്ന് വൈകുന്നേരം അതിലൊച്ച എന്നെയും കൊണ്ട് കാശി രൂപതയിലെ വൊക്കേഷൻ പ്രൊമോട്ട് നടത്തി വന്നു. അതിലച്ഛനൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു, എന്നെ അച്ഛനാക്കണം എന്നുള്ള. അച്ഛൻ്റെ ആഗ്രഹം എന്നെയും കൊണ്ട് അച്ഛൻ വൊക്കേഷൻ പ്രൊമോട്ട് നടത്തി തന്നു. അച്ഛൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. വൊക്കേഷൻ പ്രൊമോട്ടർ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് അഡ്രസ്സും ഒക്കെ എഴുതി വാങ്ങിച്ചിട്ട് പറഞ്ഞു, സമയമാകുമ്പോൾ വിളിക്കാം, പൊക്കോളൂ തന്നു. അന്ന് വൈകുന്നേരം സപ്പർ കഴിഞ്ഞപ്പോൾ അതിലച്ഛൻ എനിക്കൊരു ഹിന്ദി ബൈബിൾ കൊണ്ട് തന്നു. എൻ്റെ ജീവിതത്തിൽ ആപ്പാടെ എനിക്ക് അറിയാവുന്ന 2 വാക്കാണ് ആയും കായും. വേറെ ഒന്നും എനിക്ക് ഹിന്ദിയിൽ അറിയില്ല. ഞങ്ങൾക്ക് എന്തിനാണ് എനിക്ക് ഹിന്ദി ബൈബിൾ? അങ്ങനെ ആ ബൈബിൾ ഞാൻ എൻ്റെ മുറിയിൽ സൂക്ഷിച്ചു. കുറേ നാളത് അവിടെ തന്നെ ഇരുന്ന് തൊട്ടില്ല, അവിടെ തന്നെ ഇരിക്കും.